ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് ഇത് കടക്കാൻ പോകുന്നത്. പുതിയ വീഡിയോ ആണെങ്കിലും പഴയ കാലത്തെ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഴയ ഐറ്റമാണ്. പഴയെന്ന് പറഞ്ഞാൽ എനിക്കൊരു 30 വയസ്സിന്, ഇപ്പൊ എനിക്ക് വയസ്സ് 70 കഴിഞ്ഞു. അതിനൊരു പകുതിക്ക് ഒരു 30-35 വയസ്സ് വരെ നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് അതായത് 30-35 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 40 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രീതിയിലുള്ള മീൻകറി കറിയാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുന്ന മീൻ കിട്ടും. അടുത്ത് കടലുണ്ട്, 1000 തെങ്ങ് അങ്ങനെയുള്ള കടലൊക്കെ ഉണ്ട്. അതുപോലെ അന്ന് പിടിച്ച മീൻ തന്നെ നമുക്ക് കിട്ടുന്നത്. രാവിലെ പിടിക്കുന്ന മീൻ വൈകിട്ട് കിട്ടും. ആ മീൻ കറി വെച്ചാലുണ്ടല്ലോ, അതിന് തിളയ്ക്കുന്ന മണം വന്നാൽ മതി. നമുക്ക് ചോറും കപ്പയൊക്കെ തിന്നാൻ. അതൊക്കെ ചോറ് കുറവാ കേട്ടോ. കപ്പയൊക്കെ തിന്നാൻ ആ മീൻ തിളയ്ക്കുന്ന മണം മതി. അത് നല്ല ഒന്നാന്തരമായിട്ട് കല്ലേ വെച്ച് അരച്ച്. മീൻ തിളയ്ക്കണ മണം പോട്ടെ, പണ്ട് കാലത്ത് എന്റെയൊക്കെ കുഞ്ഞില് നമ്മുടെയൊക്കെ തൊട്ടടുത്ത വീട്ടില് ചാള വറക്കുവാണെങ്കിൽ അല്ലേ മത്തി വറക്കുമ്പോൾ ഒരു മണം, ആ മണം ഇന്ന് മത്തിക്കില്ല. നെയ്യില്ല. നെയ്യ് ഉണ്ടായാലും ഇല്ലേലും മത്തിക്ക് നെയ്യില്ല. അന്നൊക്കെ വൃശ്ചികമാസം പറഞ്ഞാൽ പിന്നെ മീൻ നെയ്യെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പൂൾ പോലെ കുടലൊന്നും വലിയ മത്തിക്ക്. അതിനകത്ത് വലിയ നീളത്തിലുള്ള പിന്നെ നെയ്യ് അങ്ങനെ വെളുത്തിരിക്കുക തേങ്ങാപ്പൂൾ പോലെ. ആ നെയ്യൊക്കെ ഉരുക്കി വരുന്ന കുഴഞ്ഞ കപ്പ തിന്നാനുണ്ടല്ലോ, അതിന്റെ രുചിയാന്ന്. അമ്മ ഉണ്ടാക്കാൻ പോകും പഴയകാല മീൻകറി, പണ്ടത്തെ മീൻകറി, പണ്ട് വെച്ച രീതിയിൽ ഒന്ന് വെച്ച് കാണിക്കാം. അപ്പൊ മീൻ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള മീൻ എന്താന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ. ചെമ്പല്ലി എന്നും പറയും, സുന്ദരി മീനെന്നും പറയും, പിന്നെ റോസ്മേരി. പല പേരാണ്. ഇവിടെ ഇതിന് പറയുന്ന ചെമ്പല്ലി എന്ന് പറയുന്നുണ്ട്, ചിലടത്ത് റോസ്മേരി എന്ന് പറയും, ചിലത്ത് ഉണ്ണിമേരി എന്ന് പറയും. ഇതിനില്ലാത്ത പേരുകളില്ല അല്ലെ. റോസ്മേരി അല്ലെങ്കിൽ ഉണ്ണിമേരി അല്ലെങ്കിൽ ചെമ്പല്ലി. അങ്ങനെ കഷ്ണാക്കി കഴുകി വൃത്തിയാക്കി കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടിവർഗ്ഗങ്ങളിലേക്ക് നമ്മൾ പോവാണ് അല്ലെ. അപ്പൊ പൊടിവർഗത്തിന് നമ്മളിത് ഇത്രയും മുളകാണ് അല്ലേ അമ്മ വേണ്ടത്? പിരിയമുളക് എടുക്കുന്നല്ലേ? അതായത് ഒത്തിരി എരിവുള്ള മുളക് നമ്മൾ ഇടുന്നില്ല. പിരിയമുളക് അത്യാവശ്യം കുറച്ചങ്ങ് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇത്രയും പിരിയമുളക് ചേർത്തിട്ടുണ്ട്. കാരണം ഇവിടെ അധികം എരിവ് വേണ്ട, ആർക്കും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒരു 2-3 നോർമൽ മുളക് കൂടെ അല്ലെ, സാധാ മുളകും കൂടെ ചേർത്താൽ മതി. ഇനി ഇതിന്റെ അകത്തേക്ക് എന്നാ ചേർക്കാൻ പോകുന്നത്? മല്ലി അമ്മ ഒരു വാള മല്ലി എടുത്തിട്ടുണ്ട് അല്ലേ? ആണോ? ഓക്കെ. ഇട്ടിട്ടുണ്ട് അല്ലേ? ഒരു വാളം, ഇങ്ങനെ ഒരു വാളം ഇട്ട് പിന്നെ അതിന്റെ പകുതിയും കൂടി ഇട്ടു, 1.5 വാളം മല്ലി ഇട്ടു. ഇനിയാണ് ഇടുന്നത് ഉലുവ. അത് ഫുൾ ഉലുവയാണ് ഇടുന്നത് അല്ലേ? ഉലുവ. ഇതെല്ലാം കൈക്കണക്കാർന്നല്ലേ പണ്ട്? ഇത്രയും. ഓക്കെ. ഇപ്പോഴാണെങ്കിൽ എല്ലാം സ്പൂണ്, ടീസ്പൂണ്, ടേബിൾ സ്പൂണ് എന്നൊക്കെ പറയും അല്ലെ. പണ്ടത്തെ പക്ഷെ അമ്മച്ചിമാർക്കും എല്ലാം പാചകം ചെയ്യുന്നവർക്ക് കയ്യളവ അല്ലേ? എല്ലാം കയ്യളവ്. ഉപ്പിടുന്നതും കൈക്കാണ്. എല്ലാം ഒരു കൈയുടെ ഒരു പരിവാണ് അല്ലെ. എങ്ങനെയാമേ? ഇങ്ങനെ. അത് വറക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാ. ഓക്കെ. അപ്പൊ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാനിങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്നിരുന്ന സത്യം പറഞ്ഞാൽ ഇപ്പോൾ അമ്മയേക്കാൾ പാചകം ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അമ്മ പറയും ചില കറിയൊക്കെ ഉണ്ടാക്കുമ്പോ അമ്മേനേക്കാളും നന്നായിട്ട് ഞാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ശരിയല്ലേ? പറയാറില്ലേ? നമ്മുടെ മുളകും മല്ലി നമ്മൾ ഉലുവായും കൂടെ നമ്മൾ അടുപ്പ് വെച്ച് തീയും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഒരു ലേശം മതിയില്ലേ? ലേശം ഇതൊന്ന് മൂക്കണം. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ടീസ്പൂൺ ഒക്കെ വേണമെങ്കിൽ പറയാം. ഒരു സ്പൂൺ ഇല്ല, അതിലും കുറച്ച്. ഒന്ന് മെഴുക്ക് പോലെ ഒന്ന് പറ്റാൻ മാത്രം അല്ലേ. ഇതിന്റെ അകത്തൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ മല്ലി അത്യാവശ്യം നന്നായിട്ട് മൂത്ത്, പക്ഷെ മുളക് നന്നായിട്ട് മൂത്തില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നറിയോ, ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടിട്ട് മല്ലി മാറ്റിയിട്ട് മുളക് മാത്രം മൂപ്പിക്കുവാണേ. അപ്പൊ നിങ്ങളും ഇങ്ങനെ മല്ലി മുളക് മൂപ്പിക്കുമ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് 2ആയിട്ട് വറുത്തെടുക്കാം അല്ലെ. മല്ലി വേറെ, പക്ഷെ എല്ലാരും പൊതുവെ ഒന്നിച്ചാണ് വറക്കാറ്. നന്നായിട്ട് തണുത്തു പോയി അല്ലെ. അത് നന്നായിട്ട് വെയിലത്തിരുന്ന് മുളകാർന്നെങ്കിൽ ഒപ്പങ്ങായനെ അല്ലെ. അങ്ങനെ നമ്മുടെ മല്ലി മുളകും ഉലുവായും മൂപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ആ മുളക് കൂടെ മൂത്ത് കഴിഞ്ഞപ്പോ എല്ലാം കൂടെ വീണ്ടും ഒന്നിച്ചാക്കി അമ്മ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് മിക്സിയിൽ അരയ്ക്കണം കൊണ്ട് പയ്യൊന്ന് തണുക്കണം അല്ലെ. തണുത്തിട്ട് വേണം അരയ്ക്കാൻ. കല്ലിലാണെങ്കിൽ ചൂടോടെ തന്നെ കല്ലെ കൊണ്ട് എന്നാലാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് കുടംപുളി വെള്ളത്തിലിടാം. ഇത് തണുക്കുമ്പോഴത്തേക്കും അല്ലെ. അപ്പൊ ഇതൊരു 5 ഇള പുളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 3 കൊല്ലത്തിന് മുമ്പുള്ള പുളിയാണ് കേട്ടോ. ഇപ്പൊ നല്ല അതുകൊണ്ട് കഴുകി പെട്ടെന്ന് ഇത് നല്ല പോലെ ഇരിക്കുവാണ്. അപ്പൊ കുടംപുളി എത്ര വർഷം വേണമെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ. നമ്മൾ പുളിക്കകത്ത് നമ്മള് ഈ എന്താണ് വെളിച്ചെണ്ണയും അതോടൊപ്പം പിന്നെ ഇല്ലത്തങ്കരിയും കൂടി ഇട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ. വെള്ളത്തിലിടാനൊക്കെ ഉണ്ട്.
അപ്പൊ നമ്മളത് വെള്ളത്തിലിടാതെ ഒന്ന് പതുക്കെ ഒന്ന് കുതിരയുടെ ഇപ്പൊ തന്നെ അതിന് 100 ഇറങ്ങി തുടങ്ങി. അപ്പൊ 3 കൊല്ലത്തിന് മുമ്പുള്ള പുളിയായത്. അപ്പൊ അങ്ങനെ നമ്മൾ മിക്സിയിലാണ് കേട്ടോ നമ്മുടെ മുളക് അരച്ചത്. കുറെ പ്രാവശ്യം അമ്മ കല്ലിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചായിരുന്നു. ആദ്യം നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുത്തു, അതിനുശേഷം വെള്ളം ചേർത്ത്. പൊടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനി ബാക്കി ഞാൻ കല്ലിൽ അരയ്ക്കാന്ന് പറയും. എന്നാലും നമ്മൾ അരച്ചില്ല, കുറച്ച് വെള്ളം ചേർത്താണ് കേട്ടോ നമ്മൾ അരച്ചത്. അപ്പൊ ഇങ്ങനെ ഒഴിച്ചതിന്റെ അകത്ത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടി മിക്സിയിൽ. അപ്പൊ നിങ്ങളും ആദ്യമായിട്ടൊക്കെയാണ്, പുതിയതായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മിക്സിക്കകത്ത് അരച്ചാൽ മതി. കല്ലിൽ അരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അരച്ച പുതിയ നമ്മൾ പെട്ടെന്ന് അരയ്ക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല അല്ലെ. അമ്മമാരൊക്കെ അരക്കണ പോലെ നമുക്ക് അങ്ങനെ അരച്ചെടുക്കാനായിട്ട് പാടാണ് കല്ലില്. അപ്പൊ മിക്സിക്കകത്ത് നല്ല കല്ലാന്ന് അങ്ങ് അരഞ്ഞാവുന്നവർക്ക് അല്ല, മിക്സിയിൽ അരയ്ക്കുമ്പോൾ ആദ്യം നന്നായിട്ട് പൊടിക്കണം, നന്നായിട്ട് പൊടിയണം, വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് പൊടിയണം. പൊടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചിട്ട് വീണ്ടും ഒന്ന് അരയ്ക്കുക. വീണ്ടും 1-2 പ്രാവശ്യം ഇച്ചിരി നമ്മൾ ഇങ്ങനെ ഈ സ്പൂണിനോ 2 സ്പൂൺ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത്. അപ്പൊ നന്നായിട്ട് അരഞ്ഞു കിട്ടി. മറ്റേ പൊടി ഇടുമ്പോ നമ്മൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് നമ്മള് അല്ലെ വഴറ്റിയൊക്കെ ഉണ്ടാക്കണം. ഇത് എണ്ണ ഇല്ലാത്ത മീൻകറിയാണ്. അത് വേറെ സമയത്താണ് ഒഴിക്കുന്നല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ കൊള്ളില്ല. അപ്പൊ ഇതിന്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനൊക്കെ ഒരു മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ ഈ ജാറൊക്കെ നന്നായിട്ട് കഴുകി എന്താണേലും ഇതിന്റെ അകത്തേക്ക് ഇപ്പൊ ഒഴിക്കാൻ പോവാണ്. ഒപ്പം ഈ പുളിവെള്ളം കൂടെ ഒഴിക്കുവാ ഇപ്പൊ. പുളിയും വെള്ളം ഇപ്പൊ ഒഴിക്കുക. നമ്മള് നോർമൽ നമ്മളെ മീൻകറി വെക്കുന്നത് ഇങ്ങനെയല്ല നമ്മൾ വെക്കുന്നത്, ഇപ്പോഴത്തെ മീൻകറി വെക്കുന്നത്. ഇത് പണ്ടത്തെ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നല്ലേ. അപ്പൊ ഇപ്പൊ അമ്മ മിക്സി കഴുകുന്നു. കല്ലിൽ അരച്ചെങ്കിൽ കല്ല് കഴുകി ആ വെള്ളം ഒഴിക്കും അല്ലേ. മുളക് കളയണ്ടല്ലേ. കല്ല് കഴുകി വെള്ളം ഒഴിക്കും. അപ്പൊ എന്തായാലും വെള്ളം ഒഴിച്ചു, പുളിയും വെള്ളം അതിന്റെ കൂടെ ഇട്ടു. സത്യം പറഞ്ഞാൽ ഇതാണ് സിമ്പിൾ മെത്തേഡ്. മറ്റേതാണെങ്കിൽ എത്ര നേരം വഴറ്റണം പുളി ഇതൊക്കെ, മുളകും അല്ലെ മല്ലി. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഈ ഒരു മിക്സിന്റെ അകത്തേക്ക് ചേർത്തതിന് ശേഷം നമ്മുടെ അരപ്പും ഈ വെള്ളവും കൂടെ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് വെള്ളവും കൂടെ വേണം. ഇത്രയും വെള്ളം പോരാ നമുക്ക്. ഒപ്പം നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഈ ഒരു അരപ്പ് നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്തിട്ടില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കൂട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് അടച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തിളച്ച ഈ ഒരു മിക്സിന്റെ അകത്തേക്കാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. എല്ലാ മീൻ കഷ്ണങ്ങളും മുകളിൽ വരാത്ത രീതിയിൽ നിരന്ന് കിടക്കുന്ന രീതിയിൽ നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ മീനെല്ലാം നമ്മൾ അങ്ങനെ പറക്കി നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇടാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മീനിന്റെ അകത്ത് മീനിന്റെ തല ഞങ്ങൾ കളഞ്ഞിട്ടില്ല കേട്ടോ. അവന് മീൻ കഷ്ണത്തിനെക്കാട്ടും ഇഷ്ടം തല. എനിക്ക് മീൻ കഷ്ണത്തിനേക്കാൾ ഇഷ്ടം തലയായതുകൊണ്ടാണ്. എനിക്ക് കഷ്ണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മീൻ തല ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ 4 മീനിന്റെ തല ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ. നമ്മൾ മുളക് പൊടി ഇട്ട് വെച്ചാൽ ഇങ്ങനെ ഇരിക്കില്ല. ഈ ഒരു കളർ അല്ല വരുന്നല്ലേ. അപ്പൊ ഇതിന്റെ അകത്തൊരു കാര്യമുണ്ട്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, ഇഞ്ചി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി ഇട്ടിട്ടില്ല, മഞ്ഞപ്പൊടിയും ചേർത്തിട്ടില്ല അല്ലേ. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേ. പണ്ടൊക്കെ അങ്ങനെ മീന് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് മുകളിൽ അല്ലേ, ഏറ്റവും ലാസ്റ്റ്. പച്ച വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചിട്ട് ഇനി ഓഫ് ചെയ്യാവോമേ. അപ്പൊ ഇനി നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആ ചട്ടിക്കകത്ത ചൂടിന്റെ അകത്ത് ഇനി ഇരുന്നോളൂ അല്ലേ. ഇരുന്ന് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറുകും പറ്റുകയും ചെയ്യും. വേണ്ട അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഗ്യാസിൽ നിന്ന് അങ്ങ് മാറ്റുവാണ് ഇനി അല്ലേ, അടുപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയത്. ഒരല്പം ചോറും കൂടെ ഞാൻ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ലേശം മീൻകറി, 2 കഷ്ണം മീനൊക്കെ എനിക്ക് അമ്മ തന്നു. നല്ല ചാറും കേട്ടോ, നല്ല റെഡ് കളറുള്ള ചാറ്. ഇതാണ് പഴയ കാലത്തെ മീൻകറി. ഇങ്ങനെ തന്നെയാണ് ഇല്ല ഇരിക്കുന്ന പണ്ടത്തെ മീൻകറി. 10-35 കൊല്ലത്തിന് മുമ്പുള്ള മീൻകറി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ രീതിയിൽ. കുറച്ചും കൂടെ സ്റ്റൈലാവും അല്ലെ. തണുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചട്ടിക്ക് ഒരു ചൂടുണ്ട്. ആ ചൂടിന്റെ അകത്ത് ഈ കറിയുടെ ഇപ്പോഴത്തെ ചാറല്ല. എവിടെ ശരിയാ, അതേ തിളയ്ക്കുന്നുണ്ട് ഇപ്പോഴും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയാം, നമ്മളെ ആവി ഇങ്ങനെ തിള വരുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്ന അനുസരിച്ച് കുറച്ചും കൂടെ സെറ്റായി അടിപൊളിയൊരു കറിയായിട്ട് മാറും ഇത്. ഇതിനകത്ത് ഉള്ളിയോ അങ്ങനെയുള്ള ചുമന്നുള്ളിയോ അങ്ങനെ ഒന്നുമില്ല. ഇത് എത്ര ദിവസം ഇരുന്നാലും കേടാ. ഒരു 3-4 ദിവസമൊക്കെ ഈസി ആയിട്ട് ഇങ്ങനത്തെ മീൻകറികൾ ഇരിക്കും അല്ലെ. ഉലുവായും മല്ലിയും മുളകും മാത്രമേ ഉള്ളൂ.
അപ്പൊ നിങ്ങൾ ഇതുപോലെ മല്ലിയും മുളകും ഉലുവായും കൂടെ വറുത്തരച്ച് നമ്മുടെ പഴയ കാലത്തെ മീൻകറി നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ പിന്നെ ഇങ്ങനെ നിങ്ങൾ വെക്കുള്ളൂ. അതുപോലെ രുചിയാണിത്. ഞാനാണെങ്കിൽ ചോറുണ്ണാത്തത്, എനിക്കിപ്പോൾ കുറേ ആയിട്ട് ഞാൻ ചോറുണ്ണാറില്ല. പക്ഷേ ഈ മീൻകറി കണ്ടിട്ട് എനിക്ക് തന്നെ ചോറുണ്ണാൻ ഭയങ്കര കൊതി തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഇച്ചിരി ചോറുണ്ണും. ഇതിപ്പോൾ അവന് വിളമ്പിയതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ പഴയകാല മീൻകറി ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നാളെ എടുക്കുന്നത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ.